ഹായ് സജന മിസ്. ഹായ് നിരഞ്ജന. എങ്ങനെയുണ്ട്, സുഖമായിട്ട് പോകുന്നോ? അടിപൊളിയായിട്ടിരിക്കും. എങ്ങനെയുണ്ട് വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? വർക്കൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് പോകണം. എസ്പെഷ്യലി അറിയാലോ, നമ്മുടെ നല്ല ടാലന്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ കൂടിയാണ് നമ്മൾ എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നത്. സോ അതിന്റെ ഒരു ഡിഫറൻസ് ഡെഫിനറ്റ്ലി ഉണ്ട്. ആണല്ലേ. അപ്പോൾ എനിക്ക് ചോദിക്കാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, അതായത് എൻ്റെ ഒരു കസിൻ ഉണ്ട്. അപ്പോൾ ആൾക്ക് +2 കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആൾക്ക് ഏത് കോഴ്സ് ചൂസ് ചെയ്യണമെന്ന് ഭയങ്കര ഡൗട്ടാണ്. അപ്പോൾ നമുക്കതിന് എന്ത് പറയാൻ പറ്റും, ഏത് കോഴ്സാണ് നല്ലതെന്ന്? ഓക്കെ, വിത്തൗട്ട് എനി ഡൗട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതെന്തുകൊണ്ടാണ് മാം? ഓക്കെ, ആക്ച്വലി ഇവിടെ നമുക്കറിയാലോ, എപ്പോഴും കുട്ടികളുടെ മൈൻഡിലുള്ള ഒരു മെയിൻ കൺസേൺ എന്ന് പറയുന്നത് പെട്ടെന്ന് ജോലി കിട്ടുക എന്നുള്ളതാണ് അല്ലേ. നമുക്കൊരു ഇൻഡിപെൻഡൻ്റ് ആവുക, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, ഒരു ജോലി കിട്ടുക എന്നുള്ളതാണ്. ഒരുപാട് പഠിച്ച് അങ്ങോട്ട് നീങ്ങാതെ എന്നാൽ നല്ല പോസ്റ്റിൽ അത്യാവശ്യം നല്ല സാലറിയോട് കൂടി പ്ലേസ്ഡ് ആവുക എന്നുള്ളതാണ് മെയിൻ കൺസേൺ എന്ന് പറയുന്നത്. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അവിടെ ഹോസ്പിറ്റലിനുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹോസ്പിറ്റലിൻ്റെയും സ്കോപ്പ് താഴ്ന്നു പോവില്ല എന്നുള്ളതാണ്. ഏതൊക്കെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും നമ്മൾ തന്നെ റീസെൻ്റ്ലി പല അപ്സ് ആൻഡ് ഡൗൺസിലൂടെ കടന്നു പോയതാണ് അല്ലേ. നിപ്പ ആവട്ടെ, കൊറോണ ആവട്ടെ, ഏത് ടൈപ്പ് ഓഫ് സിറ്റുവേഷൻസ് ആണെങ്കിലും അവിടെ ഹോസ്പിറ്റൽ എന്നും നിലനിൽക്കുന്ന ഒരു ഫാക്റ്റ് ആണ്. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്, ബോത്ത് ക്ലിനിക്കൽ സൈഡ് ആണെങ്കിലും നോൺ ക്ലിനിക്കൽ സൈഡ് ആണെങ്കിലും എൻറ്റയർ ഓപ്പറേഷൻസ് നല്ല സ്മൂത്ത് ആയിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു പേഷ്യൻ്റ് കെയർ അവിടേക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു എൻറ്റയർ കോർഡിനേഷൻ പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു മാനേജിങ് പെർസ്പെക്റ്റീവിലാണ് നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഡിസ്കസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ +2 കഴിഞ്ഞ കുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു കോഴ്സ് എടുക്കാൻ പറ്റുക? അല്ലടാ, ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു മിഥ്യാധാരണ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്കുണ്ട്. ആക്ച്വലി +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ നമുക്ക് കോഴ്സ് ഓപ്റ്റ് ചെയ്യാം. +2 എന്ന് പറയുന്നത് ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്നതാണ്. ഈവൻ +2 കഴിഞ്ഞ് HA ഓപ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഡെഫിനറ്റ്ലി ആഫ്റ്റർ കോഴ്സ് കംപ്ലീഷൻ ജോബ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും അവർക്ക് നല്ലൊരു ജോബ് തന്നെ കിട്ടും. ബട്ട് ഒരു ഫ്രഷർ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് മാത്രം. അഡീഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കറിയാലോ, ആഡഡ് ബെനിഫിറ്റ് ആണ്. കൂടുതൽ പ്രൊമോഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് എസ്പെഷ്യലി നമുക്കൊരു ആഡഡ് ബെനിഫിറ്റ് ആണ്. ബട്ട് ഡെഫിനറ്റ്ലി വിത്ത് +2 നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് പഠിക്കുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല. എസ്പെഷ്യലി ജോലി കിട്ടാനും ഒരു വിഷയമില്ല. ആണല്ലേ. അപ്പം നമ്മൾ ഏതൊക്കെ കോഴ്സസ് ആണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കീഴിൽ? എനിക്ക് തോന്നുന്നു 2-3 കോഴ്സസ് നമ്മൾ ആരോൺ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ ആക്ച്വലി വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ 3 കോഴ്സുകളാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്, PGDH. അത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണോ? അതെ, ഡെഫിനറ്റ്ലി ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണ് ഈ ഒരു PGDH ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ നമുക്ക് കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത് അപ് ടു ഇന്റേൺഷിപ്പ് അടക്കം 1 ഇയർ ആണ്. ABയുടെ സർട്ടിഫിക്കേഷൻ ആണ്. AB എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കേഷൻ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് ഇന്റർനാഷണൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. അത് FICS സർട്ടിഫിക്കേഷൻ ആണ്. 6 മന്ത് ആണ് ഡ്യൂറേഷൻ എന്ന് വരുന്നത്. FICS എന്ന് പറയുമ്പോൾ ഫോറം ഫോർ ഇന്റർനാഷണലി സർട്ടിഫൈഡ് സ്കോളേഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ. പിന്നീട് നമുക്ക് DHAHM ആണ്, ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ആണ്. എഗെയിൻ ABE സർട്ടിഫിക്കേഷൻ ആണ്. അമേരിക്കൻ ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കേഷൻ ആണ്. 6 മന്ത് ആണ് നമ്മുടെ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. ഓക്കെ, പിന്നെ കുറേ കുട്ടികൾക്കുള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ +2 കഴിഞ്ഞതായിക്കോട്ടെ, ഈ ഗേൾസിന് മാത്രമാണ് ഈ കോഴ്സസ് പറയുന്നത്, അല്ലെങ്കിൽ ബോയ്സിനും ചേരാവോ, അല്ലെങ്കിൽ പല സ്ട്രീമിലുള്ള കുട്ടികൾക്ക്, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിലേക്ക് സയൻസ് പഠിച്ച കുട്ടികൾക്ക് മാത്രമാണോ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് ചൂസ് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ കുറേ ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ, നിരഞ്ജനയുടെ ഡൗട്ടിന് നമുക്ക് 2 ആയിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഗേൾസിന് മാത്രമാണോ അല്ലെങ്കിൽ ബോയ്സിന് മാത്രമാണോ എന്നുള്ളത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിക്കാനോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ജോലിക്ക് പോകുന്ന സമയത്തോ നിങ്ങൾ ഗേൾസ് ആണ് ബോയ്സ് ആണ് അതുകൊണ്ട് നമുക്ക് ജോലി എന്നൊരു ഡിഫറൻസിയേഷൻ അവിടെ വരുന്നില്ല. ടാലൻറ്റ് മാറ്റേഴ്സ് ആണ്. നമ്മൾ ചെയ്യുന്ന ടാസ്കിൽ നമ്മൾ 100% പെർഫെക്റ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഈഗർലി ഇൻട്രസ്റ്റിംഗ് ആണ്, പുതിയ കാര്യങ്ങൾ പഠിക്കാനും വർക്ക് ചെയ്യാനും മൾട്ടി ടാസ്കിംഗ് പേഴ്സൺ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദി ജെൻഡർ ഡിഫറൻസസ്. അതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. സ്ട്രീമിൻ്റെ കാര്യം പറയുവാണെങ്കിലും നമുക്കത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, അങ്ങനെ ഡിഫറൻസിയേഷൻ വരുന്നില്ല ആക്ച്വലി. നമുക്കിപ്പോൾ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള കുട്ടികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കവറേജ് ആണ് നമ്മുടെ സിലബസിൽ വന്നിരിക്കുന്നത്. ഓക്കെ, എത്ര ഏജ് വരെ നമുക്കിത് പഠിക്കാൻ പറ്റും? അങ്ങനെ ഏജ് പറയുന്നുണ്ടോ? ആക്ച്വലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഏജ് പറയുന്നില്ല, എന്നാൽ പോലും നമുക്കൊരു അപ് ടു 33 ഒക്കെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ കേസിൽ ഒരു ഏജ് വരുന്നത്. പഠിക്കാൻ
പഠിക്കാൻ താല്പര്യമുള്ള, ഇപ്പം നമ്മൾ പറയില്ല കുറച്ച് കരിയർ ഗ്യാപ്പ് ഒക്കെ എടുത്തിട്ട് ഈവൻ ഡ്യൂ ടു സം പേഴ്സണൽ റീസൺസ് ഒരുപാട് വീട്ടമ്മമാരാവട്ടെ അല്ലാത്തവരാവട്ടെ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് ചില സാഹചര്യങ്ങൾ കൊണ്ട് സ്റ്റഡീസിൽ നിന്ന് പോയ ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് പഠിച്ചാൽ പറ്റുമോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമോ, കരിയർ ഗ്യാപ്പ് വന്നതുകൊണ്ട് വലിയ വിഷയമായോ, അങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഡെഫിനറ്റ്ലി നമ്മൾ എസ്പെഷ്യലി ആരോണിലേക്ക് വരുന്ന ഓരോ കുട്ടിനെയും നമ്മളിപ്പോൾ അത് ജെൻഡർ ഡിഫറൻസ് നോക്കാതെ അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പ് നോക്കാതെ തന്നെ നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തിട്ടാണ് കുട്ടികളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നത്. അവർക്ക് മനസ്സിലാവുന്ന തരത്തിലാണ് നമ്മൾ കൂടുതലായിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഓക്കെ, ഇതിപ്പോ എന്തുകൊണ്ടാണ് കുട്ടികൾ ആരോൺ ചൂസ് ചെയ്യണമെന്ന് മാമിന്റെ ഒരു സൈഡിൽ നിന്ന് മാമിന് എങ്ങനെ പറയാൻ പറ്റും? ഓക്കെ, ആക്ച്വലി എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുവാണെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചുറ്റും നോക്കൂ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സ് നമ്മൾ ഒരുപാട് ആഡുകളിലൂടെ കേൾക്കുന്നതാണ് അല്ലേ. പലപ്പോഴും ഈ ഒരു മാർക്കറ്റിൽ തന്നെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സും കൂടിയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. സോ വൈ ആരോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. നമുക്കറിയാം, കുട്ടികളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതും ആ സ്വപ്നത്തിലൂടെ ജസ്റ്റ് നമ്മൾ കലാം പറയുന്ന പോലെ ഉറങ്ങിക്കിടക്കുമ്പോൾ മാത്രം സ്വപ്നം കാണാതെ നമ്മുടെ ഒരു ജീവിത ലക്ഷ്യമില്ലേ, ഇവിടെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ജോലിയാണ്. സോ അത്രയും ഗ്യാരണ്ടി അഷ്വർ ചെയ്തുകൊണ്ട് തന്നെ ഒരു ജോബിലേക്ക് നമ്മുടെ കുട്ടികളെ പ്ലേസ്ഡ് ആക്കുന്നു എന്നുള്ളതാണ് ആരോണിൻ്റെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കോഴ്സ് പഠിച്ചിറങ്ങുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻ സർട്ടിഫിക്കറ്റ്സിൽ മാത്രം ഒരുപാട് മാർക്സ് വാങ്ങിക്കുക എന്നുള്ളതല്ല. നമ്മൾ അവിടെ ഒരു ഇന്റർവ്യൂ ബോർഡിനെ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത്, അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ്സിലെ മാർക്ക് മാത്രമല്ല വേണ്ടത്, നമ്മളൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ആണ്. സോ ഡെഫിനറ്റ്ലി എനിക്ക് നിങ്ങൾക്ക് ഉറപ്പ് തരാൻ പറ്റും, ഒരു ആരോൺ അക്കാഡമിയിലെ സ്റ്റുഡൻറ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കോഴ്സ് പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് അവരിൽ ആ ഒരു സബ്ജക്റ്റിൻ്റെ നോളജ് മാത്രമല്ല നമ്മൾ ഇമ്പാർട്ട് ചെയ്യുന്നത്, ആസ് എ പേഴ്സൺ അവിടെ ഒരു ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഐ മീൻ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടീനെ നമ്മൾ ഒരു ജോബിന് പ്രിപ്പയർ ആക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ലൈഫ് ആവട്ടെ പ്രൊഫഷണൽ ലൈഫ് ആവട്ടെ നല്ല തരത്തിൽ നമ്മൾ പോസിറ്റീവ് ചേഞ്ച് കൊണ്ടുവന്നിട്ട് മുന്നോട്ടേക്ക് ഒരു എൻ്റയർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഒരു പാക്കേജ് ആയിട്ട് തന്നെയാണ് നമ്മളവിടെ കുട്ടികളിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ഡൗട്ട് ഞാൻ ചോദിച്ചോട്ടെ? അതെ, നമ്മളിപ്പോൾ കുട്ടികളുടെ ഒരു ഇന്റർവ്യൂ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ആരോൺ അക്കാഡമിയിലെ സ്റ്റുഡൻസ് ഇന്റേൺഷിപ്പിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് ആക്ച്വലി? അതായത് ഇപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ തിയറി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ പഠിക്കുന്നത്. നമ്മൾ ഓൾറെഡി പ്രാക്ടിക്കൽ സൈഡ് കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും ഒരു എക്സാക്റ്റ് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയുക ഒരു ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ആ ഒരു ഹോസ്പിറ്റൽ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേൺഷിപ്പ് കൊടുക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം തന്നെ അത് തന്നെയാണ്. കാരണം ഒരു തിയററ്റിക്കൽ പാർട്ടിയിൽ നിന്ന് മാറി ഒരു പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് വരിക എന്നാണ്. അപ്പോൾ ഒരു 3 മാസത്തെ അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് കൊണ്ട് കുട്ടിക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ മനസ്സിലാവും. ഒരു ഹോസ്പിറ്റൽ എങ്ങനെ റൺ ചെയ്യുന്നത്, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ, അതൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്റേൺഷിപ്പ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ കുട്ടികൾക്ക് ഈ പ്ലേസ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് റിലേറ്റ് ചെയ്തിട്ട് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അതെ, നമ്മളിപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 3rd month മുതലാണ് നമ്മൾ ഇന്റേൺഷിപ്പിനും പ്ലേസ്മെന്റിനുള്ള ക്ലാസ്സസ് കൊടുക്കാറുള്ളത്. മെയിൻലി നമ്മൾ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മാസവും ക്ലാസ്സസിൽ കയറാറുണ്ട്. അതായത് അക്കാഡമിക് സൈഡിലല്ലാണ്ട് എക്സ്ട്രാ നമുക്ക് വരുന്ന കാര്യങ്ങൾ, അതായത് എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു CV പ്രിപ്പയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റെസ്യൂമെ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഇമെയിൽ അയക്കേണ്ടത്. നമുക്ക് പ്രൊഫഷണൽ ഇമെയിൽസും പല ടൈപ്സ് ഓഫ് ഇമെയിൽസ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു പ്രൊഫഷണൽ ടച്ച് വരുന്ന ഇമെയിൽ എങ്ങനെ നമുക്ക് അയക്കണം അതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ ഫ്രണ്ടിൽ പോയി നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു കോൺഫിഡൻസോടുകൂടി സെൽഫ് ഇൻട്രൊഡക്ഷൻ പഠിക്കുന്നത്, അതിന്റെ ടിപ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 3 മാസത്തോളം 3-4 മാസത്തോളം നമുക്ക് കിട്ടും. അതായത് 3-ാമത്തെ മാസം 4-ാമത്തെ മാസം 5-ാമത്തെ മാസം 6th month. അപ്പോൾ ഇത് കിട്ടുന്നതിലൂടെ തന്നെ ഈ ഓരോ ക്ലാസ്സും ഓരോന്നിന് വേണ്ടിയിട്ടാണ്. ഒരെണ്ണം ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇമെയിൽ മാത്രം പഠിപ്പിക്കുള്ളൂ, ഒരെണ്ണം സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രം പഠിപ്പിക്കുള്ളൂ, ഒരെണ്ണം റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ പഠിപ്പിക്കും. ചിലപ്പോൾ റെസ്യൂമെ തന്നെ നമ്മൾ 3-4 തവണ ചെക്ക് ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ തന്നെ ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഒക്കെ അതിലുണ്ടാകും. അപ്പോൾ അത് നമ്മുടെ ടീച്ചേഴ്സ് ചെക്ക് ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് ഹെഡ്സ് ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു പെർഫെക്റ്റ് റെസ്യൂമെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് തയ്യാറാക്കിയിട്ടാണ് നമ്മൾ കുട്ടികളെ വിടാറുള്ളത്. അത് അവർക്ക് ഭാവിയിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിരിക്കും. കാരണം ബേസ് ലെവലല്ലേ ഒരു റെസ്യൂമെ എന്ന് പറയുന്നത്. അത് കുറച്ചും കൂടി നന്നായിട്ട് പ്രൊഫഷണൽ രീതിയിൽ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അവർക്ക് മനസ്സിലാകും. അതിൻ്റെ ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ കോഴ്സ് കഴിഞ്ഞ ഉടനെ തന്നെ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യാറുണ്ടോ? നമുക്ക് പറയുന്നതനുസരിച്ച് കോഴ്സ് കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ ഇന്റേൺഷിപ്പ് എന്നാണ്. പക്ഷെ ഭാഗ്യം കൊണ്ട് നമ്മൾ കോഴ്സ് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ ഇന്റേൺഷിപ്പ് കൊടുക്കാറുണ്ട്. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ മുടക്കാറൊന്നുമില്ല. ഇനി സപ്പോസ് ഏതെങ്കിലും കുട്ടികൾക്ക് കുറച്ച് ഡിലേ വന്നാലും ഒരാഴ്ചയെ കൂടുതൽ നമ്മൾ അവരെ വെയിറ്റ് ചെയ്യിപ്പിക്കാറില്ല. അതെ. ഓക്കെ നിരഞ്ജന, അപ്പൊ ഞാൻ എൻ്റെ ചെറിയ ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മൾ ആരോൺ അക്കാഡമിയിൽ നിന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞൊരു സ്റ്റുഡന്റ്, ഓക്കെ, ആ കുട്ടിക്ക് നമ്മൾ ഡയറക്ട്ലി
കോഴ്സ് കഴിയുന്നു, കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഡയറക്റ്റ്ലി ഇന്റേൺഷിപ്പിനാണ് അല്ലേ അപ്രോച്ച് ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ ഒരു ജോബിന്റെ സാധ്യത എന്ന് പറയുന്നത്? പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ കുട്ടികൾക്ക്? ഡെഫിനറ്റ്ലി നമ്മൾ കൊടുക്കുന്നുണ്ട്. ആരോളിൽ ജോയിൻ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. അതും അതാത് ജില്ലയിൽ തന്നെ അവർ എവിടെ നിന്നാണോ വരുന്നത്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ പല ജില്ലകളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്. ഇപ്പോൾ കാലിക്കറ്റ് നിന്ന് പഠിക്കുന്ന കുട്ടികളുണ്ട്, കണ്ണൂർ പഠിക്കുന്ന കുട്ടികളുണ്ട്, പെരിന്തൽമണ്ണ, അങ്ങനെ ഓവറോൾ കേരള പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളുടെ അവർക്ക് അവരുടെ ജില്ലയിൽ തന്നെ നമ്മൾ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. അതെ, ഓക്കെ. അപ്പൊ കുട്ടികൾക്ക് എന്തായാലും ഇനി ഡിസ്റ്റൻസ് പേടിച്ചിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ആവശ്യമില്ല അല്ലെ? ഓക്കെ. നമ്മളിപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്. അതെ. അപ്പൊ ഏകദേശം ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് അല്ലെങ്കിൽ പോസ്റ്റിലേക്കാണ് നമ്മുടെ കുട്ടികൾ പ്ലേസ്ഡ് ആയിട്ടുള്ളത്? നമുക്ക് മെയിൻലി വരുന്നത് ഫ്രണ്ട് ഓഫീസ് ഡെസ്കിലേക്ക് വരുന്നുണ്ട്, റിസപ്ഷനിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്, ഇൻഷുറൻസിലേക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ GRE ആയിട്ട് വരുന്നുണ്ട്, PRO PRE ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഫ്ലോർ എക്സിക്യൂട്ടീവ് ആയിട്ട് നമ്മുടെ ഒരു കുട്ടി പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ IP കോർഡിനേറ്റർ ആയിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്ക് വരുന്നുണ്ട്. സോ മാമിനോട് ചോദിക്കുവാണെങ്കിൽ നമ്മുടെ എക്സാം പാറ്റേൺസ് ഒക്കെ എങ്ങനെയാണ്? 3 കോഴ്സിനും 3 ഡിഫറെൻറ്റ് പാറ്റേൺ ആണോ അതോ സെയിം പാറ്റേൺ ആണോ നമ്മൾ ഫോളോ ചെയ്യുന്നത്? നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് മെയിനായിട്ടും ഒരു 2 hours എക്സാം ആണ് ഉണ്ടാവുക. ഇപ്പോൾ ABയുടെ എക്സാമിനേഷൻ ആണെങ്കിൽ 2 hours ഓൺലൈൻ എക്സാമിനേഷൻ ആണ് ഉണ്ടാവുക. നമ്മൾ അതാത് സെന്ററിൽ തന്നെ വന്നിട്ടാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു 2 hours നമുക്ക് MCQ ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്? ടോട്ടൽ ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 100 ക്വസ്റ്റ്യൻസിലാണ് മാർക്ക് വരുന്നത്. 100 ക്വസ്റ്റ്യനിലാണ് നമുക്ക് മാർക്ക് ഉണ്ടാവുക. അതായത് ഈ ഒരു 2 hours ഉള്ളിൽ നമ്മൾ 100 MCQ ചെയ്തിരിക്കണം. ഓക്കെ. ഓരോ സബ്ജക്ട്സിലും 50% എന്നുള്ള രീതിയിലാണ് അതിന്റെ പാസ് മാർക്ക് വരുന്നത്. അപ്പൊ നമുക്ക് ടോട്ടൽ ഒരു 10 സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ ഓരോ സബ്ജക്റ്റിലും നമുക്ക് 50% കവർ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എക്സാമിന്റെ റിസൾട്ട് അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 100 MCQs ഉണ്ടെന്നാണ് മാം പറയുന്നത്. അല്ല, അങ്ങനെയാണോ? അല്ല, ടോട്ടൽ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു DHHM എന്ന് പറയുന്ന കോഴ്സിൽ നമുക്ക് സപ്പോസ് 9 സബ്ജക്റ്റ് ഉണ്ടെന്ന് കരുതാം. ഈ 9 സബ്ജക്ട്സിനും കൂടെ ആകെ മൊത്തം നമുക്ക് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതിന്റെ മാർക്ക് എത്രയിലായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഓക്കെ, മാർക്ക് DHHM വരുന്നത് നമ്മൾ 1000-ലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഓരോ ക്വസ്റ്റ്യനും 10 മാർക്സ് എന്നുള്ള രീതിയിൽ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ഔട്ട് ഓഫ് 1000 ആണ് മാർക്സ് വരുന്നത്. അതും ഓരോ സബ്ജക്റ്റിനും ഇത്ര മാർക്ക് എന്നുണ്ടോ? ഓരോ സബ്ജക്റ്റിലും നമുക്കൊരു അറ്റ്ലീസ്റ്റ് 50% പാസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഫൈനൽ റിസൾട്ട് വരുന്ന സമയത്ത് പാസ്സാവുക. ഓക്കെ, ഫൈൻ. നമ്മൾ പിന്നെ ആരോൺ എന്തൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാറുള്ളത്? ഓക്കെ, എസ്പെഷ്യലി ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം ഹൗ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ആരോൺ ഫ്രം അതേഴ്സ് എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടിയാണ് നമ്മൾ ആരോണിൽ പ്രൊവൈഡ് ചെയ്യുന്ന വൈഡ് വെറൈറ്റി കൈൻഡ്സ് ഓഫ് ബോത്ത് അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. എസ്പെഷ്യലി നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ട് ട്രെയിനിങ് ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. BLS ട്രെയിനിങ് കൊടുക്കാറുണ്ട്. അതായത് നമ്മുടെ CPRന്റെ ഇമ്പോർട്ടൻസ്. അത് ഏതെങ്കിലും ഇപ്പം BLS ട്രെയിനിങ് കൊടുക്കുന്നത് ഏതെങ്കിലും ഹോസ്പിറ്റൽസ് ആയിട്ട് ടൈപ്പ് ആയി അല്ലെങ്കിൽ കൊളാബ് ചെയ്തിട്ടാണോ കൊടുക്കുന്നത്? ഡെഫിനറ്റ്ലി. നമ്മൾ കാലിക്കറ്റിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റെപ്യൂട്ടഡ് ഹോസ്പിറ്റൽ BMH, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. സോ BMHുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ബേസിക് ലൈഫ് സപ്പോർട്ടിൻ്റെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. എസ്പെഷ്യലി നമ്മൾ കഴിഞ്ഞ ഒരു വർഷം തന്നെ നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാ കോഴ്സിലുള്ള കുട്ടികൾക്കും നമ്മൾ BLS ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ കാലിക്കറ്റിലുള്ള അറൌണ്ട് 100 ഫേംസിലേക്കും കൂടെ നമുക്കറിയാലോ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ് ഒരു രക്ഷിക്കുക എന്നുള്ളത്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ ഒരു വലിയൊരു പ്രോഗ്രാം തന്നെ ഋതം എന്ന് പറഞ്ഞ പേരിൽ BLS സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ തന്നെ നമ്മൾ വൈറ്റൽ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. വൈറ്റൽ വർക്ക്ഷോപ്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഈവൻ ദോ നമ്മൾ നോൺ ക്ലിനിക്കൽ സൈഡാണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ പോലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അവയർനെസ്സും പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷനും ഒക്കെ ആയിരുന്നു നമ്മുടെ ഈ വൈറ്റൽ വർക്ക്ഷോപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതല്ലാതെ തന്നെ നമ്മൾ ഹോസ്പിറ്റൽ വിസിറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബോത്ത് NABH ആൻഡ് JC അക്രഡിറ്റേഷനുള്ള ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് നമ്മൾ ഇവിടുന്ന് കുട്ടികളെ കൊണ്ടുപോകാറുള്ളത്. സോ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് പോകാറുണ്ട്. പിന്നെ നമുക്കറിയാലോ ഈ ഒരു കോഴ്സ് പഠിക്കുക എന്ന് പറയുന്ന സമയത്ത് പക്ക അക്കാഡമിക്സ് ആയിട്ട് മാത്രമല്ല നമ്മൾ കൈൻഡ് ഓഫ് കോളേജ് വൈബ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്രോഗ്രാംസ് എന്തെങ്കിലും കണ്ടക്ട് ചെയ്യാറുണ്ട്? എല്ലാ മേ ബി സ്പെഷ്യൽ ഡേയ്സും അല്ലെങ്കിൽ എല്ലാം നമുക്ക് സെലിബ്രേഷൻ ആണെന്ന് പറയില്ല. വാട്ട് മേ ബി ഇറ്റ് ഇസ് ഓണം ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും എല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ടൂർ ക്വാർട്ടർലി നമ്മൾ അതെല്ലാ ബാച്ചസിനും പോകാറുണ്ടോ? മോസ്റ്റ് ഓഫ് ദ കേസ് നമ്മൾ ക്വാർട്ടർലി ഒരു ടൂർ പോകാറുണ്ട് കുട്ടികളും. അതായത് നമുക്കവിടെ ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ആ ഒരു ബാരിയറായിട്ട് നമ്മൾ കാണുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ലിമിറ്റേഷൻ ഇല്ലാതെ നല്ലൊരു ഫ്രണ്ട്ലി മാനറിൽ തന്നെ നമ്മളൊരു ട്രിപ്പ് പോകാറുണ്ട്. ആണല്ലേ?
ഓക്കെ, ഒരു കുട്ടി ആരോണിലേക്ക് പഠിക്കാൻ വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് ആരോൺ ഇങ്ങനെയാണെന്ന് പറയാൻ എന്താണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനുള്ളത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത് കുട്ടിയുടെ നീഡ്സ് എന്താണോ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മളൊരാൾ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് അവർക്ക് മെയിനായിട്ടുള്ള ഒരു നീഡ്സ് ഉണ്ടാവില്ലേ? അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നു. അതാണല്ലോ 6 month കോഴ്സ് അല്ലെങ്കിൽ ഷോർട്ട് ടേം കോഴ്സിലേക്ക് കുട്ടികൾ ശ്രദ്ധ തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ഗ്യാരണ്ടി ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ആരോണിന്റെ മെയിൻ സ്പെഷ്യാലിറ്റി തന്നെയാണ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുട്ടികളുടെ പൾസ് മനസ്സിലാക്കിയിട്ടാണല്ലോ നമ്മൾ ക്ലാസ് എടുക്കേണ്ടത്. ഓക്കെ, ആ ഒരു പാറ്റേണിലാണ് നമ്മുടെ ബ്രാഞ്ചസ് ആണെങ്കിലും ക്ലാസ്സും കാര്യങ്ങളും പോകുന്നതല്ലേ. നമ്മളൊരു സ്റ്റുഡൻറ്റ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ആരോൺ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ടുപേരും ഒന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇവൻ പ്ലേസ്മെന്റ് പാർട്ടിലേക്ക് വരാനാണെങ്കിൽ കൂടി തന്നെ എല്ലാ അക്കാഡമീസും അല്ലെങ്കിൽ ഒരു പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കൊടുത്ത് ഫുൾഫിൽ ചെയ്യണം അവരുടെ ഡ്രീംസ് എന്നില്ല. ബട്ട് ആരോൺ എപ്പോഴും പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും കുറേ കൂടി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും ഇപ്പോൾ മാം പറഞ്ഞ പോലെ സ്റ്റുഡൻസിൻ്റെ പൾസ് മനസ്സിലാക്കി ക്ലാസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിനോട് ഇപ്പോൾ ആരോട് ചോദിച്ചാലാണെങ്കിലും ആരോണിലെ ടീച്ചേഴ്സിനെ പറ്റിയിട്ട് വലിയ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അതൊക്കെ നല്ലൊരു ക്വാളിറ്റിയാണ്. അത് ആരോണിൻ്റെ തന്നെ ഒരു ബെസ്റ്റ് പാർട്ടാണ്. ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ പാത്ത് എങ്ങനെയായിരിക്കും? അതിനെ പറ്റിയിട്ട് മാമിന് എന്താ പറയാനുള്ളത്? ഓക്കെ, കരിയർ പാത്ത് ഇൻ ദ സെൻസ് നമ്മൾ ഇനീഷ്യലി നമ്മളൊരു ഫ്രഷറായിട്ട് തന്നെയാണ് ഏത് പോസ്റ്റിലേക്കാണെങ്കിലും നമ്മൾ കയറുന്നത്. സോ ആ ഫ്രഷറായിട്ട് നമ്മൾ കയറിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസും നമ്മുടെ ലേണിംഗ് പ്രോസസ്സും എത്ര ക്വിക്കാവുന്നു, നമ്മൾ എത്രമാത്രം ഷോക്കേസ് ചെയ്യുന്നു നമ്മുടെ ടാലൻറ്റ്, അതിനനുസരിച്ചാണ് നമ്മുടെ കരിയർ ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, അതായത് നമുക്ക് മുന്നോട്ടേക്കുള്ള അഡ്വാൻസ്ഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതും അല്ലെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്ത് വരുന്നതും ഇൻ ടേംസ് ഓഫ് പ്രൊമോഷൻ ആണെങ്കിൽ പോലും അവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഹൗ വി ആർ ആക്ച്വലി പ്രാക്ടീസിങ് ഓർ ഡെവലപ്പിംഗ് അവർ സെൽസ് എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ക്രാഫ്റ്റിനെ മാക്സിമം മോൾഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഏറ്റവും നല്ല തരത്തിലുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണുള്ളത്. ഈ ഒരു കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ലെവൽ എങ്ങനെയായിരിക്കും? ഓക്കെ, ഡെഫിനറ്റ്ലി അതെനിക്ക് 100% അഷുറൻസ് തരാൻ പറ്റും. കാരണം പ്രത്യേകിച്ച് പേര് ഞാൻ എടുത്തു പറയുന്നില്ല, എന്നാലും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരുപാട് കുട്ടികൾ എസ്പെഷ്യലി നമ്മുടെ കോഴ്സിൻ്റെ സ്റ്റാർട്ടിംഗ് ഫേസിലുള്ള അവരുടെ ഒരു ടൈപ്പ് ഓഫ് ബിഹേവിയർ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സും കോഴ്സ് കഴിയുന്ന സമയത്ത് ഉണ്ടാകുന്ന അവരിൽ വന്നിരിക്കുന്ന ഒരു പോസിറ്റീവ് ചേഞ്ചും എടുത്തു പറയത്തക്കതാണ്. ഐ മീൻ പല ആൾക്കാർക്കും സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ നമ്മൾ പബ്ലിക്കലി സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ആക്ച്വലി അവർക്കൊക്കെ തിയറട്ടിക്കലി നല്ല മാർക്സും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മളൊരു ഇന്റർപേഴ്സണൽ സ്കില്ലും കൂടെയാണല്ലോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ. ജസ്റ്റ് നമ്മൾ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാതെ നമ്മുടെ സ്കില്ലും നമ്മൾ ഒരു മിങ്കിൾ ചെയ്ത് ബിഹേവ് ചെയ്യാന്ന് പറയില്ലേ, കൂടെ നമ്മൾ കോർഡിനേറ്റ് ചെയ്തിട്ടാണല്ലോ പോകുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് പലപ്പോഴും റിസൾട്ട് ഉണ്ടാവുന്നത്. അത്തരത്തിൽ നമ്മുടെ കുട്ടികളിൽ വളരെ നല്ല ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. സോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ വരുന്ന ഡൗട്ട്സ് ആണ് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് ക്ലിയർ ചെയ്തത്. ഇനിയും ഇതേപോലത്തെ സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും. സോ ടിൽ ദെൻ ബൈ.